നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ച് നാവികസേനയുടെ വ്യോമ വിഭാഗത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന ട്വിൻ എൻജിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ പദ്ധതിയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ തദ്ദേശീയ യുദ്ധവിമാന നിർമ്മാണ രംഗത്ത് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഭാരതത്തിൻ്റെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയുടെ മുഖ്യ രൂപകൽപ്പനാ വിദഗ്ധനായ പ്രൊഫസർ ഡോക്ടർ കോട്ട ഹരിനാരായണൻ വെളിപ്പെടുത്തിയ വിവരങ്ങൾ പ്രകാരം കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ സമിതിയുടെ അന്തിമ അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന ഈ പദ്ധതിയുടെ പ്രാഥമിക രൂപകൽപ്പന പൂർണ്ണമായി പൂർത്തിയാക്കി കഴിഞ്ഞു. CCS അംഗീകാരം ലഭിച്ചാലുടൻ അതിവേഗം വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പാകത്തിൽ പദ്ധതി സജ്ജമായിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ കടലതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വിമാനവാഹിനി കപ്പലുകൾക്ക് വേണ്ടിയുള്ള ഈ അത്യാധുനിക യുദ്ധവിമാനം ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന ആക്രമണായുധമായി മാറും. പദ്ധതിക്ക് സർക്കാരിൻ്റെ അന്തിമ അനുമതി ലഭിച്ചാൽ 5 വർഷത്തിനുള്ളിൽ ആദ്യ പ്രോട്ടോടൈപ്പ് വിമാനത്തിൻ്റെ കന്നിപ്പറക്കൽ നടത്താനാകുമെന്നും 8 വർഷത്തിനുള്ളിൽ ഇത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നിവർ സംയുക്തമായിട്ടാണ് ഈ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനം വികസിപ്പിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനങ്ങളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും ഭാവിയിൽ നിർമ്മിക്കാനിരിക്കുന്ന മറ്റ് വിമാനവാഹിനികളിൽ നിന്നും സഫലമായി പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണമാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുൻപ് വികസിപ്പിച്ച നാവിക പതിപ്പായ തേജസ് ഒരു സാങ്കേതിക വിദ്യ പ്രദർശന പ്ലാറ്റ്ഫോം മാത്രമായിരുന്നുവെങ്കിൽ പൂർണ്ണതോതിലുള്ള ഒരു മുൻനിര യുദ്ധവിമാനമായിട്ടാണ് ഈ പുതിയ വിമാന പദ്ധതി അണിയറയിൽ ഒരുങ്ങുന്നത്. വിമാനവാഹിനി കപ്പലുകളിലെ കടുത്ത അന്തരീക്ഷത്തെയും ലാൻഡിംഗ് സമ്മർദ്ദങ്ങളെയും പ്രതിരോധിക്കാൻ ബലപ്പെടുത്തിയ ലാൻഡിംഗ് ഗിയറുകൾ, ശക്തമായ എയർ ഫ്രെയിം, കപ്പലുകൾക്കുള്ളിൽ കുറഞ്ഞ സ്ഥലത്ത് സൂക്ഷിക്കാൻ സഹായിക്കുന്ന മടക്കാനാകുന്ന ചിറകുകൾ എന്നിവ ഇതിൻ്റെ പ്രത്യേകതകളാണ്. കൂടാതെ തദ്ദേശീയമായി നിർമ്മിച്ച AESA റഡാർ, സംയോജിത ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, അത്യാധുനിക വ്യോമതല സാങ്കേതിക വിദ്യകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 88 വിമാനങ്ങൾ വാങ്ങാനാണ് സർക്കാർ പ്രാഥമിക അനുമതി നൽകിയിട്ടുള്ളത് എങ്കിലും നാവികസേനയുടെ ദീർഘകാല പ്രവർത്തനങ്ങൾക്കായി 120-ലധികം വിമാനങ്ങൾ ആവശ്യമായി വരും. ഇത് 2 വിമാനവാഹിനി സഖ്യങ്ങൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കാനും പരിശീലനത്തിനും പ്രതിരോധ കരുതലിനും നാവികസേനയെ പ്രാപ്തമാക്കും. നിലവിൽ INS വിക്രമാദിത്യയിലും വിക്രാന്തിലും സേവനമനുഷ്ഠിക്കുന്ന റഷ്യൻ നിർമ്മിത MiG-29K വിമാനങ്ങൾക്ക് പകരക്കാരനായിട്ടാണ് TEDBF എത്തുന്നത്. നീണ്ട സേവന പാരമ്പര്യം ഉണ്ടെങ്കിലും കൂടുതൽ കാര്യക്ഷമതയും ആയുധശേഷിയും പരിപാലന എളുപ്പവുമുള്ള തദ്ദേശീയ പ്ലാറ്റ്ഫോമിനായുള്ള നാവികസേനയുടെ തിരച്ചിലിനാണ് ഇതിലൂടെ പരിഹാരമാകുന്നത്. അടുത്തിടെ ഇന്ത്യ കരാറിലേർപ്പെട്ട ഫ്രഞ്ച് നിർമ്മിത റഫാൽ മറൈൻ വിമാനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന TEDBF ഭാവിയിൽ MiG വിമാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന വിടവ് നികത്തും. ഇരട്ട GEF 414 എഞ്ചിനുകൾക്ക് അടുത്ത് പകരുന്ന ഈ വിമാനത്തിൽ അസ്ത്ര, രുദ്രം തുടങ്ങിയ ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലുകളും സജ്ജീകരിക്കാൻ സാധിക്കും. തേജസ് മാർക്ക് 2, അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് AMC എന്നിവയ്ക്കായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ TEDBFലും ഉപയോഗിക്കുന്നത് നിർമ്മാണ ചെലവും അപകട സാധ്യതകളും കുറയ്ക്കാൻ സഹായിക്കും. 2030കളുടെ തുടക്കത്തിൽ ആദ്യമായി പറന്നുവരുന്ന ഈ വിമാനം തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ നാവികസേനയുടെ മുൻനിരയിലേക്ക് എത്തുന്നതോടെ സമുദ്ര സുരക്ഷയിലും തന്ത്രപ്രധാനമായ വ്യോമശേഷിയിലും ഭാരതം പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിക്കും. ഇൻഡോ പസഫിക് മേഖലയിൽ ശക്തി പ്രാപിക്കുന്ന ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഈ തദ്ദേശീയ യുദ്ധവിമാനം വലിയ കരുത്തായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ട്വിൻ എൻജിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ പദ്ധതി കേവലം സാങ്കേതിക വിദ്യാ മുന്നേറ്റം എന്നതിലുപരി ഏഷ്യൻ സമുദ്ര മേഖലയിലെ ഭൗമരാഷ്ട്രീയ ശക്തി സന്തുലനത്തെ പാടെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തന്ത്രപ്രധാനമായ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബഹുമുഖ നീക്കങ്ങൾ നടത്തുന്ന ചൈനയ്ക്കും ഒരുപോലെ കടുത്ത തിരിച്ചടിയാണ് ഈ ഇരട്ട എഞ്ചിൻ തദ്ദേശീയ യുദ്ധവിമാനം. വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് അതിവേഗം പറന്നുവരാൻ ശേഷിയുള്ള ഈ ആധുനിക പോരാളി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയുടെ സമുദ്ര അതിർത്തികൾക്ക് ചുറ്റും ഒരു അദൃശ്യ പ്രതിരോധ കവചം തീർക്കപ്പെടുകയും അയൽ രാജ്യങ്ങളുടെ ആക്രമണശേഷി ഗണ്യമായി ദുർബലപ്പെടുകയും ചെയ്യും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം TEDBFൻ്റെ വരവ് അവരുടെ നാവിക വ്യോമസേനാ തന്ത്രങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. പരിമിതമായ സമുദ്രാതിർത്തിയും സാമ്പത്തിക ശേഷിയുമുള്ള പാകിസ്ഥാൻ
മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളെയും അവയിലെ യുദ്ധവിമാനങ്ങളെയും പ്രതിരോധിക്കാൻ അന്തർവാഹിനികളെയും കടൽ നിരീക്ഷണ വിമാനങ്ങളെയുമാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക AESA റഡാറുകളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും ദീർഘദൂര മിസൈലുകളും സജ്ജീകരിച്ച ZBF വിമാനങ്ങൾ എത്തുന്നതോടെ പാക് നാവികസേനയുടെ അന്തർവാഹിനികൾക്കും കപ്പലുകൾക്കും ഇന്ത്യയുടെ കടൽ മേഖലകളിലേക്ക് കടന്നു കയറുക അസാധ്യമായി മാറും. മാത്രമല്ല, തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനാൽ ആവശ്യാനുസരണം യുദ്ധവിമാനങ്ങളുടെ എണ്ണം കൂട്ടാനും വേഗത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും ഇന്ത്യക്ക് സാധിക്കും. ഇത് ദീർഘകാല യുദ്ധ സാഹചര്യങ്ങളിൽ പാകിസ്ഥാന് താങ്ങാനാവാത്ത തരം സാങ്കേതികവും തന്ത്രപരവുമായ മുൻതൂക്കം ഭാരതത്തിന് നൽകും. മറുവശത്ത് ചൈനയുടെ ഇൻഡോ പസഫിക് തന്ത്രങ്ങൾക്കും സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന ഉപരോധ നയത്തിനുമേറ്റ ശക്തമായ പ്രഹരമാണ് ഈ പദ്ധതി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളും പട്രോളിംഗ് കപ്പലുകളും വിന്യസിച്ച് ഇന്ത്യയെ വളയാനാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനികളിൽ ZBF വിമാനങ്ങൾ സജ്ജമാകുന്നതോടെ ചൈനയുടെ കടൽ മാർഗമുള്ള നീക്കങ്ങൾ നിരീക്ഷണത്തിലാകും. ചൈനയുടെ J-15 പോലെയുള്ള കനത്തതും റഡാറുകളിൽ നിന്ന് പെട്ടെന്ന് പതിയുന്നതുമായ വിമാനവാഹിനി യുദ്ധവിമാനങ്ങളെക്കാൾ സാങ്കേതികമായി മികച്ചു നിൽക്കുന്നവയാണ് ZBF. സ്റ്റെൽത്ത് രൂപകൽപ്പനയും ഉയർന്ന ആയുധശേഷിയുമുള്ള ഈ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ചൈനീസ് നാവികസേനയുടെ ഏത് കടന്നുകയറ്റത്തെയും കടലിൽ വെച്ചു തന്നെ തകർക്കാൻ സാധിക്കും. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധവിമാന ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യയെ ഈ പദ്ധതി സഹായിക്കുമെന്നത് ചൈനയെയും പാകിസ്ഥാനെയും കൂടുതൽ അസ്വസ്ഥരാക്കുന്നുണ്ട്. റഷ്യൻ നിർമ്മിത MiG-29K വിമാനങ്ങൾക്ക് പകരമായി പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ZBF വിന്യസിക്കപ്പെടുന്നതോടെ ഉപരോധങ്ങളോ വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര സമ്മർദ്ദങ്ങളോ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയെ ബാധിക്കില്ല. ഇത് ഇന്ത്യക്ക് നൽകുന്ന തന്ത്രപ്രധാനമായ സ്വാതന്ത്ര്യം അതിർത്തി തർക്കങ്ങളിലും അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകളിലും ഭാരതത്തിൻ്റെ കൈകളെ കൂടുതൽ ശക്തമാക്കും. അടിയന്തര ഘട്ടങ്ങളിൽ റഫാൽ മറൈൻ വിമാനങ്ങൾക്കൊപ്പം ചേർന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയും ഈ വിമാനങ്ങൾക്കുണ്ട്. ചുരുക്കത്തിൽ ZBF എന്നത് കേവലം ഒരു യുദ്ധവിമാനം മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭാരതത്തിൻ്റെ പരമാധികാരവും മുൻതൂക്കവും ഉറപ്പിക്കുന്ന വലിയൊരു തന്ത്രപ്രധാനമായ പ്രതിരോധ ആയുധമാണ്. ചൈനയുടെ അധിനിവേശ മോഹങ്ങൾക്കും പാകിസ്ഥാൻ്റെ പ്രതിരോധ നീക്കങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുന്ന ഈ തദ്ദേശീയ പദ്ധതി വരും പതിറ്റാണ്ടുകളിൽ കടലിലെ വ്യോമാധിപത്യം ഭാരതത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.